എന്നാൽ വ്യക്തമായ ഉത്തരങ്ങൾ ഇതിന് എളുപ്പത്തിൽ ലഭ്യമല്ല. കഴിഞ്ഞ 25 വർഷത്തിനിടെ സ്വർണ്ണവില ഗണ്യമായി ഉയർന്നു. 2000-ൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം രൂപ 4400 രൂപയായിരുന്നു. ഇന്ന് 2025 അവസാനം എത്തിയതോടെ രൂപ 1,30,000-ലേക്ക് എത്തി. വലിയ മാറ്റം, 30 മടങ്ങ് വർധനവ്. കോവിഡ് മഹാമാരി കാലത്ത്, അതായത് 2020-ൽ സാമ്പത്തിക അസ്ഥിരത കാരണം സ്വർണ്ണവില 50,000 രൂപ കടന്നു. ചൈന, റഷ്യ പോലുള്ള ലോകത്തിലെ പല സെൻട്രൽ ബാങ്കുകളും 2024-25-ൽ സ്വർണം വാങ്ങിയത് വില കൂടുതൽ നൽകിയാണ്. ഇതും വില ഉയർത്തിയതിന് കാരണമായി. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉത്സവകാലങ്ങളിലും വിവാഹ സീസണുകളിലും ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുന്നതാണ്. ഉക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ, ട്രംപിന്റെ തീരുമാനങ്ങൾ എന്നിവയെല്ലാം 2025-ലെ റെക്കോർഡ് ഉയർച്ചയ്ക്ക് കാരണമായി. ഡോളറിന്റെ ദുർബലതയും മറ്റൊരു കാരണമാണ്. ഈ ട്രെൻഡ് 2030-ഓടെ തുടരുമോ എന്നാണ് മറ്റൊരു ആശങ്ക. ചരിത്രം പറയുന്നതനുസരിച്ച് 10 മുതൽ 15% വാർഷിക വളർച്ച സ്വർണത്തിൽ കാണിക്കുന്നുവെന്നാണ്. കൂടാതെ അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കണക്കിലെടുത്ത് 2030-ൽ സ്വർണത്തെ ഉയർന്ന ട്രെൻഡിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. 2030-ഓടുള്ള സ്വർണ്ണവില ഇന്ത്യയിൽ 10 ഗ്രാമിന് 1,40,000 മുതൽ 2,25,000 വരെയാകുമെന്നും പറയുന്നു. ഇത് വിദഗ്ധർ പറയുന്നതാണ്. അതായത് 1 പവൻ സ്വർണത്തിന് 1,12,000 മുതൽ 1,80,000 വരെ വില ഉയരാനാണ് സാധ്യത.